ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ ബാൽ മഹാഭാരത് എന്ന പാഠ്യപുസ്തകത്തിലെ കുന്തി എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. യദുവംശ് കെ പ്രസിദ്ധ രാജ ശൂർസേൻ ശ്രീകൃഷ്ണന്റെ പിതാമഹത്തെ. അപ്പോൾ യദുകുലത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവ് ശൂർസേന് ശ്രീകൃഷ്ണൻ്റെ പിതാമഹമായിരുന്നു, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ ഇൻകെ പൃഥ നാം കി കന്യാ തി. രാജ ശൂർസേൻ്റെ മകളുടെ പേരായിരുന്നു പൃഥ, അതായത് കന്യാത്തി, അതായത് കന്യക. പൃഥ ആയിരുന്നു പേര്. ഉസ്കെ റൂപ് और गुणों की कीर्ति दूर दूर तक फैली हुई थी. പൃഥ എന്ന ആ മകളുടെ രൂപത്തെപ്പറ്റിയും ഗുണങ്ങളെയുമൊക്കെ എല്ലാവരും ദൂരെയുള്ളവർ പോലും അറിഞ്ഞിരുന്നു, അതായത് ഫേമസ് ആയിരുന്നു. ശൂർസേൻ കെ ഫുഫേരെ ബായി കുന്തിഭോജ് കെ കോയി സന്താൻ നത്തി. ശൂർസേൻ്റെ ഫുഫേരെ ബായി, കസിൻ ബ്രദറായിട്ടുള്ള കുന്തിഭോജിന് സന്താനങ്ങൾ, അതായത് കുട്ടികൾ ഇല്ലായിരുന്നു. അപ്പോൾ ശൂർസേൻ ने कुंतीभोज को वचन दिया था कि उनकी जो पहली संतान होगी उसे कुंतीभोज को गोद दे देंगे. അപ്പോൾ കുന്തിഭോജിനായിട്ട് ശൂർസേൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വചനം നൽകിയിട്ടുണ്ടായിരുന്നു, പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശൂർസേന് ഉണ്ടാകുന്ന ആദ്യത്തെ കുട്ടി അദ്ദേഹത്തിന് വളർത്താനായിട്ട് നൽകാം എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ उसी के अनुसार शूरसेन ने कुंतीभोज को प्रथा गोद दे दी और कुंतीभोज ने के यहाँ आने पर प्रथा का नाम कुंती पड़ गया. അപ്പോൾ അതിനനുസരിച്ചിട്ട് ശൂർസേൻ ആ പ്രോമിസ് ചെയ്തതിനനുസരിച്ചിട്ട് ശൂർസേന് ആദ്യത്തെ കുട്ടി ആയതും അദ്ദേഹം ആ കുട്ടിയെ, അതായത് പൃഥ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയെ കുന്തിഭോജിന് ദത്തെടുക്കാനായിട്ട് നൽകുകയാണ്, വളർത്താനായിട്ട് നൽകുകയാണ്. കുന്തിഭോജ് കെ യഹാ ആനെ പർ പൃഥ കാ നാം കുന്തി പड़ गया. അങ്ങനെ കുന്തിഭോജിൻ്റെ അവിടെ എത്തിയതും പൃഥ എന്ന പേര് മാറിയിട്ട് കുന്തി എന്നായി. കുന്തി के बचपन में ऋषि दुर्वासा एक बार कुंतीभोज के यहाँ पधारे. അപ്പോൾ കുന്തിയുടെ ആ കുട്ടിക്കാലത്ത് ദുർവാസ മഹർഷി ഒരിക്കൽ കുന്തിഭോജിൻ്റെ അവിടെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുന്തിനെ एक वर्ष तक बड़ी सावधानी व सहनशीलता के साथ उनकी सेवा शुश्रूषा की. അപ്പോൾ ഒരു വർഷത്തോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, കുന്തിഭോജിൻ്റെ അവിടെ. അപ്പോൾ കുന്തി ആ സമയത്ത് അദ്ദേഹത്തെ നല്ല കെയർഫുള്ളായിട്ട്, അതും സഹനശീലതയോടെ, അതായത് നല്ലോണം സഹനശക്തിയോടെ, നല്ല സമാധാനത്തോടെ, നല്ല ഒരു തെറ്റുകുറ്റവും വരാത്ത രീതിയിൽ നല്ലവണ്ണം പരിചരിച്ചിരുന്നു, സേവാ ശുശ്രൂഷാക്കി. അപ്പോൾ ഉസ്കി സേവാ ടഹൽ സെ ദുർവാസ ഋഷി പ്രസന്ന ഹുയെ. ആ സേവാ ശുശ്രൂഷ കണ്ടിട്ട്, ആ പരിചരണം കണ്ടിട്ട് ദുർവാസ മഹർഷിക്ക് വളരെയധികം അദ്ദേഹം പ്രസന്നനായി, അദ്ദേഹം സന്തോഷിച്ചു. ഓർ ഉസെ ഉപദേശ് ദിയ ഓർ ബോലെ. ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം കുന്തിയോടായിട്ട് പറഞ്ഞു, കുന്തിഭോജ് കന്യേ, കുന്തിഭോജിൻ്റെ മകളെ, തും കിസി ഭി ദേവതാ കാ ധ്യാൻ കരോഗി തോ വഹ് അപ്നെ ഹി സമാൻ എക് തേജസ്വി പുത്ര തുമേ പ്രദാൻ കരേഗ. നീ ആരെ വേണമെങ്കിലും ധ്യാനിച്ചോളൂ, ആ ദേവത നിനക്ക് ആ ദേവതയെ പോലത്തെ ഒരു മകനെ സമ്മാനമായിട്ട് നൽകും. സമാൻ എക് തേജസ്വി പുത്ര ഉനെ പ്രദാൻ കരേഗ. അങ്ങനത്തെ ഒരു മകനെ ആയിരിക്കും നിനക്ക് അവർ നൽകുക, അതായത് ദേവതയെ പോലെയുള്ള തന്നെ മകനെ നിനക്ക് ലഭിക്കും എന്ന് ദുർവാസ മഹർഷി കുന്തിയോടായിട്ട് പറഞ്ഞു. इस प्रकार सूर्य के संयोग से कुमारी कुंती ने सूर्य के समान तेजस्वी एवं सुंदर बालक को जन्म दिया. അങ്ങനെ സൂര്യനെയാണ് കുന്തി ധ്യാനിച്ചത്. അപ്പോൾ സൂര്യക്ക് സംയോഗ് സെ, സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് കുമാരി കുന്തിനെ സൂര്യക്ക് സമാൻ, സൂര്യനെ പോലത്തെ ഒരു തേജസ്വിയായിട്ടുള്ള ഒരു സുന്ദരനായിട്ടുള്ള ബാലകനെ ജന്മം നൽകി. ജന്മജാത് കവച് और कुंडलों से शोभित वही बालक आगे चलकर शस्त्रधारियों में श्रेष्ठ कर्ण के नाम से विख्यात हुआ. लेकिन अब कुंती को लोक निंदा का डर हुआ. उसने बच्चे को छोड़ देना ही उचित समझा. इसलिए बच्चे को एक पेटी में बड़ी सावधानी के साथ बंद करके उसे गंगा की धारा में बहा दिया. बहुत आगे जाकर अधिरथ नाम के एक सारथी की नज़र उस पर पड़ी. उसने पेटी निकाली और खोल कर देखा तो उसमें एक सुंदर बच्चा सोता हुआ मिला. अधिरथ निस्संतान था. बालक को पाकर वह बड़ा प्रसन्न हुआ. सूर्यपुत्र कर्ण इस तरह एक सारथी के घर पलने लगा. इस प्रकार सूर्य के संयोग से कुमारी कुंती ने सूर्य के समान तेजस्वी एवं सुंदर बालक को जन्म दिया. അങ്ങനെ സൂര്യൻ്റെ അനുഗ്രഹത്താൽ കുമാരി കുന്തി സൂര്യനെ പോലെ തന്നെ തേജസ്വി ആയിട്ടുള്ള ഒരു സുന്ദരനായ ബാലകനെ ജന്മം നൽകുകയാണ്. ജന്മജാത് കവച് और कुंडलों से शोभित वही बालक आगे चलकर शस्त्रधारियों में श्रेष्ठ कर्ण के नाम से विख्यात हुआ. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് കവചം,
കവചവും പിന്നെ കുണ്ടലങ്ങൾ, കാതിൽ കുണ്ടലവും ഉണ്ടായിരുന്നു. അതൊക്കെയായിട്ട് ശോഭിത് വഹി ബാലക്, അതേ ബാലകൻ ശസ്ത്രധാരിയോമേ ശ്രേഷ്ഠ കർണക്കെ നാം സെ വിഖ്യാത് ഹുവ. അങ്ങനെ ജനിച്ച ഈ ബാലകൻ പിന്നീട് മുമ്പിൽ ശസ്ത്രധാരിയും ആയുധധാരികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള കർണൻ എന്ന പേരിൽ വിഖ്യാതനായി. ലേക്കിൻ അബ് കുന്തിക്കോ ലോക് നിന്ദ കാ ഡർ ഹുവ. ലോക് നിന്ദ അതായത് ആളുകൾ പരിഹസിക്കുമല്ലോ എന്നൊരു പേടി തുടങ്ങി കുന്തിക്ക്. ഉസ്നെ ബച്ചേക്കോ ഛോഡ് ദേനാ ഹി ഉചിത് സംജ. ആ കുട്ടിയെ വേണ്ടാന്ന് വെക്കാൻ തന്നെ തീരുമാനിച്ചു. ഇസ്ലിയെ ബച്ചേക്കോ एक पेटी में बड़ी सावधानी के साथ बंद करके उसे गंगा की धारा में बहा दिया. അങ്ങനെ ആ കുട്ടിയെ ഒരു പെട്ടിയിൽ നല്ല രീതിയിൽ നല്ല സൂക്ഷ്മതയോടെ അടച്ചു വെച്ച് ബന്ദ് കർക്കെ ഉസെ ഗംഗാ കി ധാരാ മേ ബഹാ ദിയ, ഗംഗയിലോട്ട് ഒഴുക്കി വിട്ടു. बहुत आगे जाकर अधिरथ नाम के एक सारथी की नज़र उस पर पड़ी. അങ്ങനെ കുറേ അത് ഒഴുകി മുന്നോട്ട് പോയി ആ ബോക്സ്. എന്നിട്ട് ആരുടെ കണ്ണിൽ പെട്ടു? അധിരത്ത് നാം കെ എക് സാരഥി കി നസർ. സാരഥി അതായത് കുതിരവണ്ടി ഓടിക്കുന്ന ഒരു സാരഥി, അധിരത്ത് എന്ന സാരഥിയുടെ കണ്ണിൽപ്പെട്ടു. ഉസ്നെ പേട്ടി നിക്കാലി ഓർ ഖോൽക്കർ ദേഖാ तो उसमें एक सुंदर बच्चा सोता हुआ मिला. ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഒരു സുന്ദരനായ ഒരു ബാലകൻ അതിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു, ഒരു കൊച്ചുകുട്ടി. അധിരത് നിസ്സന്താൻ ഥാ. അധിരത്തിന് മക്കൾ ഇല്ലായിരുന്നു, കുട്ടികളില്ലായിരുന്നു. ബാലക്കോ പാക്കർ വ ബഡാ പ്രസന്ന ഹുവാ സൂര്യപുത്ര കർണ ഇസ് തരഹ് ഏക് സാരഥി കെ ഘർ പൽനെ ലഗാ. അപ്പോൾ ബാലക്കോ പാക്കർ ബഡാ പ്രസന്ന ഹുവ, കാരണം അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ലഭിച്ചത് അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. സൂര്യപുത്ര കർൺ ഇസ് തരഹ് ഏക് സാരഥി കെ ഘർ പൽനെ ലഗാ. അങ്ങനെ ഒരു സാരഥിയുടെ മകനായിട്ട് സൂര്യപുത്രനായിട്ടുള്ള കർണൻ വളരാൻ തുടങ്ങി. इधर कुंती विवाह के योग्य हुई. राजा कुंतीभोज ने उसका स्वयंवर रचा. उससे विवाह करने की इच्छा से देश विदेश के अनेक राजकुमार स्वयंवर में आए. हस्तिनापुर के राजा पांडु भी स्वयंवर में शरीक हुए थे. कुंती ने उन्हीं के गले में वरमाला डाल दी. महाराज पांडु का कुंती से ब्याह हो गया और वह कुंती सहित हस्तिनापुर लौट आए. അപ്പോൾ ഇധർ കുന്തി വിവാഹ യോഗ്യ ഹുയി. കുന്തി വിവാഹയോഗ്യയായി, അതായത് വിവാഹത്തിൻ്റെ പ്രായമായി. രാജാ കുന്തിഭോജിനെ ഉസ്ക സ്വയംവർ രച. അങ്ങനെ കുന്തിഭോജ് കുന്തിയുടെ സ്വയംവരം രചിച്ചു. ഉസ്സെ വിവാഹ കർണേക്ക് ഇച്ഛാസെ ദേശ് വിദേശത്തെ അനേക് രാജ്കുമാർ സ്വയംവരമയായ കുറേ രാജകുമാരന്മാർ ദേശവിദേശത്തിൽ നിന്നുമൊക്കെ അവിടെ സ്വയംവരത്തിനായിട്ട് എത്തിച്ചേർന്നു. हस्तिनापुर के राजा पांडु भी स्वयंवर में शरीक हुए थे. शरीक होना എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഹസ്തിനാപുർ കെ രാജ പാണ്ഡു, ഹസ്തിനാപുരത്തിലെ രാജാവായ പാണ്ഡുവും ആ സ്വയംവരത്തിൽ എത്തിച്ചേർന്നു. കുന്തിനെ ഉൻഹിക്ക് ഗലേമേ വരമാല ഡാലി. കുന്തി അദ്ദേഹത്തിനെയാണ് തൻ്റെ വരനായിട്ട് സ്വീകരിച്ചത്. മഹാരാജ് പാണ്ഡു കാ കുന്തി സെ ബ്യാ ഹോ ഗയാ ഓർ വ കുന്തി സഹിത് ഹസ്തിനാപുർ ലോട്ടായി. അപ്പോൾ മഹാരാജ പാണ്ഡുവിൻ്റെ വിവാഹം കുന്തിയുമായിട്ട് നടന്നു. അങ്ങനെ കുന്തിയുമായി ഹസ്തിനാപുരത്തിലേക്ക് പാണ്ഡു തിരിച്ചു വരുന്നു. उन दिनों राजवंशों में एक से अधिक ब्याह करने की प्रथा प्रचलित थी. इसी रिवाज के अनुसार पितामह भीष्म की सलाह से महाराज पांडु ने मद्र राज्य की कन्या माद्री से भी ब्याह कर लिया. അപ്പോൾ പണ്ട് കാലങ്ങളിൽ രാജവംശങ്ങളിൽ ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള സമ്പ്രദായമുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിതാമഹ ഭീഷ്മക്ക് സലാസെ, പിതാമഹ ഭീഷ്മിൻ്റെ അനുവാദത്തോടെ, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടെ മഹാരാജ് പാണ്ഡുവിനെ മദ്രാജ് കി കന്യ മാദ്രി സെ ഭി ബ്യാ കർ ലിയ. അപ്പോൾ മദ്രാജിൻ്റെ കന്യയായ മാദ്രിയെയും വിവാഹം കഴിക്കുകയുണ്ടായി. एक दिन महाराजा पांडु वन में शिकार खेलने गए. ഒരിക്കൽ മഹാരാജ പാണ്ഡു വനത്തിൽ വേട്ടയാടാനായിട്ട് പോവുകയാണ്. അപ്പോൾ വഹി ജംഗൽ മേ ഹിരൺ കെ രൂപ് മേ एक ഋഷി ദമ്പതി ഭി വിഹാർ കർ രഹേ थे. അവിടെ തന്നെ അതേ കാട്ടിൽ ഒരു ഋഷി ദമ്പതിമാർ മാനിൻ്റെ വേഷത്തിൽ, മാനിൻ്റെ രൂപത്തിൽ അവരവിടെ നടക്കുകയായിരുന്നു. വിഹാർ കർ രഹേ थे. അപ്പോൾ പാണ്ഡുവിനെ അപ്നെ തീർ സെ ഹിരൺ കോ മാർ ഗിറായ. പാണ്ഡു തൻ്റെ അമ്പ് എഴുതിയിട്ട് അവരെ വീഴ്ത്തുകയാണ്. അപ്പോൾ ഉनको यह पता नहीं था कि ये ഋഷി ദമ്പതി है. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത് ഋഷി ദമ്പതിമാരാണ് ആ മാൻപേടകളായിട്ട് അവിടെ വിഹരിക്കുന്നത് എന്ന്. ഋഷിനെ മർത്തെ പാണ്ഡുക്കോ ശാപ് ദിയ. ഋഷി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ ശപിക്കുന്നു, പാണ്ഡുവിനെ. ഋഷിക്ക് ശാപ് സെ പാണ്ഡുക്കോ ബഡാ ദുഃഖ ഹുआ. साथ ही वह अपनी भूल से खिन्न होकर नगर को
लौटे और पितामह भीष्म तथा विदुर को राज्य का भार सौंपकर अपनी पत्नियों के साथ वन में चले गए और वहाँ पर ബ്രഹ്മചാരി जैसा ജീവൻ വ്യतीत करने लगे. അപ്പോൾ അദ്ദേഹത്തിന് ആ ശാപം അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം നൽകി. അതായത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ തെറ്റ്. സാഥി വാപ്നി ഭൂൽ സെ ഖിൻ ഹോക്കർ ആ തെറ്റ് കാരണം അദ്ദേഹം വിഷമിതനായിരുന്നു. ആ കാരണം അദ്ദേഹം പിതാമഹ ഭീഷ്മിനെയും വിദുറിനെയും രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് രണ്ട് പത്നിമാരെയും കൊണ്ട് വനത്തിലേക്ക് പോവുകയാണ്. അതും ബ്രഹ്മചാരി ജസ ജീവൻ വ്യतीत करने लगे. ഒരു ബ്രഹ്മചാരിയെ പോലെ തന്നെ ജീവിതം നയിക്കാനായിട്ട് കാട്ടിലേക്ക് പോകുന്നു. कुंती ने देखा कि महाराज को संतान लालसा तो है, लेकिन ऋषि के शापवश वह संतानोत्पत्ति नहीं कर सकते. അപ്പോൾ കുന്തിക്ക് മനസ്സിലായി മഹാരാജ പാണ്ഡുവിന് അതായത് കുട്ടികളുടെ ആഗ്രഹമുണ്ട് എന്ന് കുന്തിക്ക് മനസ്സിലായി. പക്ഷേ ഋഷിയുടെ ശാപം കാരണം അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അഥ ഉസ്നെ വിവാഹ സെ പൂർവ്വ ദുർവാസ ഋഷി സെ പായ വരദാനോ കാ പാണ്ഡു സെ ജിക്ർ കിയ. അതുകൊണ്ട് തന്നെ കുന്തി ആദ്യം ദുർവാസ മഹർഷി കുന്തിക്ക് നൽകിയ വരദാനങ്ങളെപ്പറ്റി പാണ്ഡുവിനെ അറിയിക്കുകയാണ്. ജിക്ർ കർണ എന്ന് പറഞ്ഞാൽ അറിയിക്കുക, അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുക. तो उनके अनुरोध से कुंती और माद्री ने देवताओं के अनुग्रह से 5 पांडवों को जन्म दिया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉൻകെ അനുരോധ് സെ അദ്ദേഹത്തിൻ്റെ ആ റിക്വസ്റ്റ് കാരണം കുന്തി ഓർ മാദ്രീനെ ദേവതാओं के अनुग्रह से ദേവതമാരുടെ അനുഗ്രഹത്തോടെ കുന്തിയും മാദ്രിയും 5 കുട്ടികളെ അതായത് 5 പാണ്ഡവോं को जन्म दिया. 5 പാണ്ഡവന്മാരെ ജന്മം നൽകുകയാണ്. वन में ही 5 का जन्म हुआ और वहीं तपस्वियों के संग वे पलने लगे. അപ്പോൾ വനത്തിൽ തന്നെ ഈ 5 പാണ്ഡവന്മാരും ജനിക്കുകയാണ്. അവിടെ തന്നെ തപസ്വികളുടെ കൂടെ തന്നെ അവർ വളർന്നു വരികയാണ്. अपनी दोनों स्त्रियों तथा बेटों के साथ महाराज पांडु कई बरस वन में रहे. അദ്ദേഹത്തിൻ്റെ 2 പത്നിമാരും പിന്നെ 5 മക്കളുമായിട്ട് അദ്ദേഹം മഹാരാജ പാണ്ഡു കുറേ വർഷങ്ങൾ ആ വനത്തിൽ തന്നെ അങ്ങനെ ജീവിച്ചു. वसंत ऋतु थी. सारा वन आनंद में डूबा हुआ सा प्रतीत हो रहा था. महाराज पांडु माद्री के साथ प्रकृति की इस उद्गारमय सुषमा को निहार रहे थे. ऋषि के शाप का असर हो गया. तत्काल उनकी मृत्यु हो गई. माद्री के दुख का पार न रहा. पति की मृत्यु का वह कारण बनी. यह सोचकर पांडु के साथ ही वह भी मर गई. അപ്പോൾ വസന്ത് ഋതു ആയിരുന്നു ആ സമയത്ത്. സാരാ വൻ ആനന്ദ് മേ ഡൂബാ ഹുവാ സാ പ്രതീത് ഹോ രാ താ. വസന്ത് ഋതു ആകുമ്പോൾ വനത്തിലൊക്കെ വളരെയധികം ആനന്ദ്, എല്ലാവരും സന്തോഷവാനായിരിക്കും. ആ വസന്ത് കാലം ആസ്വദിക്കുകയായിരുന്നു എല്ലാവരും. അപ്പോൾ മഹാരാജ് പാണ്ഡു മാദ്രി കെ സാത്ത് പ്രകൃതിക്ക് ഇസ് ഉദ്ഗാർമയ സുഷ്മാക്കോ നിഹാർ രഹത്തെ. ഉദ്ഗാർമയ സുഷ്മ എന്ന് പറഞ്ഞാൽ ആ വാചാലമായ ആ ഭംഗി ആസ്വദിക്കുകയായിരുന്നു മഹാരാജ പാണ്ഡു മാദ്രിയുമായിട്ട്. അപ്പോൾ ഋഷി കെ ഷാപ്പ് കാ അസർ ഹോ ഗയ. അങ്ങനെ ഋഷി ശപിച്ചതിനനുസരിച്ചിട്ട് തൽക്കാൽ ഉൻകി മൃത്യു ഹോ ഗയി. അദ്ദേഹം മരണമടയുകയാണ്. തത്കാൽ ഉടനെ തന്നെ. മാദ്രിക്ക് ദുഃഖ പാർ ന രഹ. മാദ്രിയുടെ ദുഃഖത്തിന് അതിരില്ലായിരുന്നു. പതി കി മൃത്യു കാ വഹ് കാരൺ ബനി. യഹ് സോച്ച്കർ പാണ്ഡു കെ സാത്ത് ഹി വഹ് ബി മർ ഗയി. അങ്ങനെ പതി അതായത് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം താനാണല്ലോ എന്ന കാര്യം ആലോചിച്ചുകൊണ്ട് അങ്ങനെ മാദ്രിയും ഉടനെ തന്നെ മരണമടയുകയാണ്. इस दुर्घटना से कुंती और 5 पांडवों के शोक की सीमा न रही. पर वन के ऋषि मुनियों ने बहुत समझा बुझाकर उनको शांत किया और उन्हें हस्तिनापुर ले जाकर पितामह भीष्म के सुपुर्द किया. युधिष्ठिर की उम्र उस समय 16 वर्ष की थी. इस दुर्घटना से कुंती और 5 പാണ്ഡവോं के शोक की सीमा न रही. ഈ ദുർഘടന ആ സംഭവം കാരണം കുന്തിയും 5 മക്കളും അവരുടെ ആ വിഷമത്തിന് ഒരു അതിരില്ലായിരുന്നു. पर वन के ऋषि मुनियों ने बहुत समझा बुझाकर उनको शांत किया और उन्हें हस्तिनापुर ले जाकर पितामह भीष्म के सुपुर्द किया. അപ്പോൾ അവരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ഋഷിമുനിമാർ ആ വനത്തിൽ നിന്നും അവരെ പിതാമഹ ഭീഷ്മൻ്റെ അടുത്തേക്ക്, അതായത് ഹസ്തിനാപുരത്തിലോട്ട് അവരെ എത്തിച്ച് ഭീഷ്മനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സുപുർദ് കിയ എന്ന് പറഞ്ഞാൽ സോംപ്ന, അവരെ ഏൽപ്പിക്കുക. യുധിഷ്ഠിർ की उम्र उस समय 16 वर्ष की थी. ആ സമയം യുധിഷ്ഠിരൻ്റെ പ്രായം 16 വയസ്സായിരുന്നു. हस्तिनापुर के लोगों ने जब ऋषियों से सुना कि वन में पांडु की मृत्यु हो गई है तो उनके शोक की सीमा न रही.
അപ്പോൾ ഹസ്തിനാപുരത്തിലെ ആളുകൾ ഋഷിമുനിമാരിൽ നിന്നും കേട്ടു, അതായത് വനത്തിൽ വെച്ച് പാണ്ഡു മരണമടഞ്ഞു എന്ന്. അത് അവർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അവർ വളരെയധികം വിഷമിതരായി. पोते की मृत्यु पर शोक करती हुई सत्यवती अपने दोनों विधवा पुत्र वधुओं अंबिका और अंबालिका को साथ लेकर वन में चली गई. അപ്പോൾ തൻ്റെ കൊച്ചുമകൻ്റെ ആ മരണത്തിൻ്റെ ആ വാർത്ത കേട്ടപ്പോൾ സത്യവതി തൻ്റെ 2 വിധവകളായ വധുക്കളെയും കൊണ്ട്, അതായത് അംബിക അംബാലികയും കൊണ്ട് വനത്തിലേക്ക് യാത്രയാവുകയാണ്. तीनों वृद्धाएं कुछ दिन तपस्या करती रहीं और बाद में स्वर्ग सिधार गईं. अपने कुल में जो छल प्रपंच तथा अन्याय होने वाले थे उन्हें न देखना ही संभवतः उन्हें उचित न समझा. അവിടെ അവരുടെ കുലത്തിൽ നടക്കാൻ പോകുന്ന ആ ഛൽ പ്രപഞ്ചം, എന്താണ് കാപ്പട്യവും പിന്നെന്താണ് ട്രിക്കറിയും മാനിപ്പുലേഷനും, അതൊക്കെ ആലോചിച്ചുകൊണ്ട്, അതായത് അന്യായങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് അത് കാണാനുള്ള ശേഷി അവർക്കില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അത് എന്താണ് വനത്തിൽ പോവുക തന്നെയായി ഉചിതമായിട്ട് തോന്നി. വനത്തിൽ പോവുക എന്നത് തന്നെയാണ് ഉചിതം എന്ന് തോന്നിക്കൊണ്ട് അവർ തപസ്യ ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോവുകയാണ്. 3 വൃദ്ധകളും തപസ്യ ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് തന്നെ അവർ മരണമടയുകയാണ് ചെയ്യുന്നത്. ഓർ ബാദ് മേ സ്വർഗ് സിദ്ധാർ ഗയി. അങ്ങനെ അവർ വനത്തിൽ വെച്ച് മരണമടയുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്